ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ മുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, അതായത് ഏകദേശം നമ്മൾ കവർ ചെയ്യേണ്ടത് ഒക്ടോബർ തൊട്ടിട്ടുള്ള പോർഷനാണ്. അപ്പോൾ അത് മുതലാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രഥമ OV വിജയൻ ഗസാഖ് പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ OV വിജയൻ ഗസാഖ് പുരസ്കാരത്തിന് അർഹനായത്. ആൻസർ KV മോഹൻകുമാർ. ഓക്കെ, KV മോഹൻകുമാറിനാണ് OV വിജയൻ ഗസാഖ് പുരസ്കാരം കിട്ടിയത്. അദ്ദേഹത്തിന് കിട്ടിയ നോവൽ എന്ന് പറയുന്നത് ഉഷ്ണരാശിയാണ്. ഓക്കെ, ഉഷ്ണരാശി. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ട്രെയിൻ യാത്രയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിക്കുന്ന സ്ഥാപനം. ട്രെയിൻ യാത്രയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിക്കുന്ന സ്ഥാപനം ISRO ആണ്. ഓക്കെ, ISRO. ദെൻ നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ 5G സംവിധാനം വികസിപ്പിക്കുന്നതിന് BSNLുമായി സഹകരിക്കുന്ന ചൈനീസ് കമ്പനി. ഇന്ത്യയിൽ 5G സംവിധാനം വികസിപ്പിക്കുന്നതിന് BSNLുമായി സഹകരിക്കുന്ന ചൈനീസ് കമ്പനി ZTE. അടുത്തത്, അടുത്തിടെ കേന്ദ്ര കായിക മന്ത്രാലയം പത്മഭൂഷൺ അവാർഡിന് നാമനിർദ്ദേശം ചെയ്ത കായിക താരം. അടുത്തിടെ കേന്ദ്ര കായിക മന്ത്രാലയം പത്മഭൂഷൺ അവാർഡിന് നാമനിർദ്ദേശം ചെയ്ത കായിക താരം PV സിന്ധു ആണ്. ആൻസർ PV സിന്ധു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്തിടെ നോ ഹെൽമെറ്റ് നോ പെട്രോൾ നിയമം പ്രാബല്യത്തിൽ വരുത്തിയ സംസ്ഥാനം. അടുത്തിടെ നോ ഹെൽമെറ്റ് നോ പെട്രോൾ നിയമം പ്രാബല്യത്തിൽ വരുത്തിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആൻസർ. അടുത്തിടെ മുസ്ലിം വനിതകൾ ബുർഖ ധരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം. ആൻസർ ഓസ്ട്രിയ. ഓസ്ട്രിയയിലാണ് മുസ്ലിം വനിതകൾ ബുർഖ ധരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. നെക്സ്റ്റ് വൺ, ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2017 വേദി. ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2017 വേദി ചെന്നൈ ആണ്. ഓക്കെ, ദെൻ 2017 മീഡിയ വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛതാ അവാർഡ് നേടിയത്. 2017 മീഡിയ വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛതാ അവാർഡ് നേടിയത് മാതൃഭൂമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്വതന്ത്ര രാജ്യമാകാനായി ജനഹിത പരിശോധന നടത്തിയ സ്പെയിനിലെ സ്വയം ഭരണാധികാരമുള്ള വിഭാഗം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വതന്ത്ര രാജ്യമാകാനായി ജനഹിത പരിശോധന നടത്തിയ സ്പെയിനിലെ സ്വയം ഭരണാധികാരമുള്ള വിഭാഗം കാറ്റലോണിയയാണ്. ആൻസർ. ICCയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം ആദ്യ 10 ഇടം നേടിയ ഇന്ത്യൻ താരങ്ങൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമാണ്. 2017 സാമ്പത്തിക നോബൽ പുരസ്കാര പട്ടികയിൽ ഇടം നേടിയത് രഘുറാം രാജൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2017 ചൈന ഓപ്പൺ ടെന്നീസ് ജേതാവ് റാഫേൽ നഡാൽ. 2017 ചൈന ഓപ്പൺ ടെന്നീസ് ജേതാവ് റാഫേൽ നഡാൽ. ദെൻ 2017 ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലൂയിസ് ഹാമിൽട്ടൺ. 2017 ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലൂയിസ് ഹാമിൽട്ടൺ. അടുത്തത്, 2017 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ്. 2017 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് MK സാനു. ദെൻ 2017 മാൻ ബുക്കർ പുരസ്കാര ജേതാവ് ജോർജ് സാൻഡേഴ്സ്. 2017 മാൻ ബുക്കർ പുരസ്കാര ജേതാവ് ജോർജ് സാൻഡേഴ്സ്. പിന്നെ 2017 ബഷീർ പുരസ്കാരം കിട്ടിയത് ബാബു പോളിനാണ്. ഓക്കെ, ബാബു. ടൈഡിങ്സ് ഓഫ് ട്രബിൾഡ് ടൈംസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ടൈഡിങ്സ് ഓഫ് ട്രബിൾഡ് ടൈംസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മനീഷ് തിവാരിയാണ്. ആൻസർ. നെക്സ്റ്റ് വൺ, അടുത്തിടെ മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം വെയിൽസ് ആണ്. ആൻസർ വെയിൽസ്. അതുപോലെ തന്നെ അടുത്തിടെ ഇരു രാജ്യങ്ങളിലെയും കടുവ സെൻസസ് നടത്താൻ തീരുമാനിച്ച രാജ്യങ്ങൾ. ഇന്ത്യ, നേപ്പാൾ. ഇന്ത്യയിലും നേപ്പാളിലുമാണ് കടുവ സെൻസസ് നടത്താൻ തീരുമാനിച്ച രാജ്യങ്ങൾ. ദെൻ അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലുതും ശക്തിയേറിയതുമായ ന്യൂക്ലിയർ ഐസ് ബ്രേക്കർ ഷിപ്പ് വികസിപ്പിച്ച രാജ്യം. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലുതും ശക്തിയേറിയതുമായ ന്യൂക്ലിയർ ഐസ് ബ്രേക്കർ ഷിപ്പ് വികസിപ്പിച്ച രാജ്യം. ആൻസർ റഷ്യ. ദെൻ
നെക്സ്റ്റ് വൺ, എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് രജനീഷ് കുമാർ. രജനീഷ് കുമാറാണ് ആൻസർ. ദെൻ അടുത്തിടെ റിസർവ് ബാങ്കിൻ്റെ പുതിയ ശാഖ ആരംഭിച്ച നഗരം ഡെറാഡൂൺ. ഡെറാഡൂണിലാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ ശാഖ ആരംഭിച്ചത്. ഓക്കെ. അടുത്തിടെ മുഖ്യമന്ത്രി സാമൂഹിക വിവാഹ യോജന ആരംഭിച്ച സംസ്ഥാനം. സാമൂഹിക് വിവാഹ് യോജന ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഓക്കെ, ഉത്തർപ്രദേശ്. നെക്സ്റ്റ് വൺ, അടുത്തിടെ പുതിയ ഭീകരവിരുദ്ധ നിയമം പാസാക്കിയ രാജ്യം ഫ്രാൻസ് ആണ് ആൻസർ. പുതിയ ഭീകരവിരുദ്ധ നിയമം പാസാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. ദെൻ 2017 സാഹിത്യ നോബൽ ജേതാവ് കസുവോ ഇഷിഗുരോനാണ് 2017 സാഹിത്യ നോബൽ പുരസ്കാരം കിട്ടുന്നത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ പറയാം, നോബൽ പുരസ്കാര ജേതാക്കളെ പറ്റി പഠിക്കണം. 2017 നോബൽ പുരസ്കാര ജേതാക്കൾ കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയുള്ള ഇതിനൊക്കെ കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ദെൻ ഫോബ്സിൻ്റെ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2017 ഒന്നാമതെത്തിയത്. ഫോബ്സിൻ്റെ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2017 ഒന്നാമതെത്തിയത് മുകേഷ് അംബാനിയാണ്. ഓക്കെ. ദെൻ 2017 ശ്രീ ചിത്തിര തിരുനാൾ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ശിവശങ്കര മേനോൻ. 2017 ചിത്തിര തിരുനാൾ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ശിവശങ്കർ മേനോനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നരേന്ദ്രമോദിയുടെ ബഹുമാനാർത്ഥം അമ്പലം നിർമ്മിക്കുന്ന സ്ഥലം ആൻസർ മീററ്റിലാണ് അമ്പലം നിർമ്മിക്കുന്നത്. ഇനി 2017 സമാധാന നോബൽ നേടിയ സംഘടന, അത് നോബൽ പുരസ്കാരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ ഐക്യാൻ ആണ്. അതായത് ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ ടു അബോളിഷ് ന്യൂക്ലിയർ വെപ്പൺസ്. നെക്സ്റ്റ് വൺ, അടുത്തിടെ ISRO റിസർച്ച് സെൻറ്റർ ആരംഭിക്കാൻ തീരുമാനിച്ച നഗരം ഗുവാഹട്ടിയിലാണ്. ഓക്കെ. ദെൻ പിന്നെ പുരസ്കാരങ്ങൾ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ പ്ലീസ് ചെക്ക് ദാറ്റ് വീഡിയോ. ദെൻ രഘുറാം രാജനെ പറ്റിയിട്ട് പറയാം. 2017 സാമ്പത്തിക നോബൽ പുരസ്കാരത്തിൻ്റെ സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? രഘുറാം രാജനാണ്. ഓക്കെ. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, അടുത്തിടെ വടക്കൻ ഗൾഫ് കോസ്റ്റ് പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾക്കിടയാക്കിയ ചുഴലിക്കാറ്റ് നെയ്റ്റാണ്, NATE. ദെൻ അടുത്തതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ യുദ്ധവിമാനമായ MiG-21 അതായത് MiG-21 പറപ്പിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതാ പൈലറ്റുമാർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവണി ചതുർവേദി, ഭാവന കാന്ത്, മോഹന സിംഗ് ഇവരൊക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒന്നുകൂടി പറയാം, ആവണി ചതുർവേദി, ഭാവന കാന്ത് ആൻഡ് മോഹന സിംഗ്. ഓക്കെ. ഉത്തരാഖണ്ഡിലെ വൈദ്യുതി ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിൽ വൈദ്യുതി കണക്ഷനുകൾ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി. ഉത്തരാഖണ്ഡിലെ വൈദ്യുതി ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളിൽ വൈദ്യുതി കണക്ഷനുകൾ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സോളാർ ബ്രീഫ് കേസ്. എന്താണ് സോളാർ ബ്രീഫ് കേസ്? ഓക്കെ. ദെൻ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമാണ് ഐസ്ലാൻഡ്. ഓക്കെ, ഐസ്ലാൻഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പഷൻ റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്ന സ്ഥലം. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പഷൻ റിസർച്ച് സെൻറ്റർ നിലവിൽ വന്ന സ്ഥലം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, 2015-16 ഇന്ദിരാഗാന്ധി ദേശീയോദ്ഗ്രഥന പുരസ്കാരത്തിന് അർഹനായത്. 2015-16 ഇന്ദിരാഗാന്ധി ദേശീയോദ്ഗ്രഥന പുരസ്കാരത്തിന് അർഹനായത് TM കൃഷ്ണയാണ്. ദെൻ അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ദ കോയലേഷൻ ഇയേഴ്സ് 1996 to 2012 എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രണബ് മുഖർജി. കോയലേഷൻ ഇയേഴ്സ് ബൈ പ്രണബ് മുഖർജി. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ദെൻ പത്മപ്രഭ പുരസ്കാരം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 2017 ടിയാൻജിൻ ഓപ്പൺ ടെന്നീസ് വിജയ്. 2017 ടിയാൻജിൻ ഓപ്പൺ ടെന്നീസ് വിജയ് മറിയ ഷറപ്പോവയാണ്. ഓക്കെ. ദെൻ ലോകത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ബയോളജി ക്ലാസ് എന്ന ഗിന്നസ് ബുക്ക് റെക്കോർഡിന് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ. അത് ചെന്നൈയിലായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത, അതായത് 1049 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ബയോളജി ക്ലാസ് എന്ന ഗിന്നസ് ബുക്ക് റെക്കോർഡിന് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ചെന്നൈ ആണ്.
ലോകത്തിലെ ആദ്യ നെഗറ്റീവ് എമിഷൻസ് പവർ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ച രാജ്യം ഐസ്ലാൻഡാണ്. അടുത്തൊരു ക്വസ്റ്റ്യനാണ് 2017 സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൻ്റെ വേദി. 2017 സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൻ്റെ വേദി പാലയാണ്. കോട്ടയത്തുള്ള പാലയാണ് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൻ്റെ അത് ശ്രദ്ധിക്കണം, കായികോത്സവമാണ് പറയുന്നത്. കായികോത്സവത്തിൻ്റെ വേദി പാലയാണ്. അപ്പോൾ അതിലെ ചാമ്പ്യൻ എന്ന് പറയുന്നത് എറണാകുളമാണ്. സെക്കൻഡ് പ്ലേസ് പാലക്കാടിനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ 2017 KP കേശവമേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് മുണ്ടൂർ സേതുമാധവൻ. ഓക്കെ, മുണ്ടൂർ സേതുമാധവൻ. നെക്സ്റ്റ് വൺ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ജസിൻഡ ആർഡേൻ. ജസിൻഡ ആർഡേൻ ആണ് പ്രായം കുറഞ്ഞ വനിത. ന്യൂസിലാൻഡിൽ പ്രധാനമന്ത്രിയാകുന്ന പ്രായം കുറഞ്ഞ വനിത. ഇനി അടുത്തതാണ് അരുണാചൽ പ്രദേശിൽ പുതുതായി രൂപം കൊണ്ട ജില്ല കാംലെ. അരുണാചൽ പ്രദേശിൽ പുതുതായി രൂപം കൊണ്ട ജില്ല കാംലെ. ദെൻ വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ പുതിയ ചെയർമാൻ സണ്ണി വർഗീസ്. സണ്ണി വർഗീസാണ് അതിൻ്റെ പുതിയ ചെയർമാൻ. അടുത്തത് 2018 ദൂരദർശൻ ആരംഭിക്കാൻ പോകുന്ന പരിസ്ഥിതി ചാനൽ. 2018 ദൂരദർശൻ ആരംഭിക്കാൻ പോകുന്ന പരിസ്ഥിതി ചാനലാണ് DD പ്രകൃതി. ഏതാണ്? DD പ്രകൃതിയാണ്. നെക്സ്റ്റ് വൺ 2005 ശേഷം ആദ്യമായി ബജറ്റിന് അംഗീകാരം നൽകിയ രാജ്യം. 2005 ശേഷം ആദ്യമായി ബജറ്റിന് അംഗീകാരം നൽകിയ രാജ്യം ലബനനാണ്. അടുത്തിടെ ഔദ്യോഗിക വിജ്ഞാപനങ്ങളിൽ നിന്നും ദളിത്, ഹരിജൻ എന്നീ വാക്കുകൾ ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. അടുത്തിടെ ഔദ്യോഗിക വിജ്ഞാപനങ്ങളിൽ നിന്നും ദളിത്, ഹരിജൻ എന്നീ വാക്കുകൾ ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. ഓക്കെ, കേരളം. ദെൻ 2017 ഫോബ്സിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം. 2017 ഫോബ്സിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ആരാണ്? റൊണാൾഡോ ആണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത്. ദെൻ വാട്സപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ലൊക്കേഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിനായി ആരംഭിച്ച പുതിയ സംവിധാനം ലൈവ് ലൊക്കേഷൻ. ഒട്ടുമിക്കവർക്കും അറിയുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് 2017 സംസ്ഥാന കായിക ഉത്സവത്തിൽ ചാമ്പ്യന്മാരായ ജില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എറണാകുളമായിരുന്നു. 2ാം സ്ഥാനം പാലക്കാടിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ്. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് കവനൂറാണ്. മലപ്പുറത്തുള്ള കവനൂറാണ് ആദ്യത്തെ ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ്. ദെൻ ഇന്ത്യ 2017 ഇയർബുക്ക് എന്ന ബുക്ക് ആരംഭിച്ചത് രാജീവ് മെഹർഷി. ഓക്കെ, ഇന്ത്യ 2017 ഇയർബുക്ക് എന്ന ബുക്ക് ആരംഭിച്ചത് രാജീവ് മെഹർഷിയാണ്. അടുത്തിടെ പ്രതിരോധ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട രാജ്യം ഫ്രാൻസാണ്. ഇന്ത്യയുമായി കരാറിലേർപ്പെട്ടത് ഫ്രാൻസാണ്. ദെൻ അടുത്തിടെ പ്രമോദ് മഹാജൻ സ്മൃതി അവാർഡിന് അർഹനായ ബോളിവുഡ് താരം അനുപം ഖേർ. പ്രമോദ് മഹാജൻ സ്മൃതി അവാർഡ് അനുപം ഖേർ ആണ്. ഓക്കെ, അടുത്തിടെ നവീകരണത്തിന് ശേഷം നിരത്തിലിറക്കിയ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന യുദ്ധക്കപ്പൽ USS കോൺസ്റ്റിറ്റ്യൂഷനാണ്. നവീകരണത്തിന് ശേഷം നിരത്തിലിറക്കിയ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന യുദ്ധക്കപ്പൽ. നെക്സ്റ്റ് വൺ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി. ഓക്കെ, ജെഫ് ബേസോസ് ആണ് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി. അദ്ദേഹം ബിൽ ഗേറ്റ്സിനെ മറികടന്നു. ഓക്കെ, ദെൻ 2017 ഡെൻമാർക്ക് ഓപ്പൺ സൂപ്പർ സീരീസ് ബാഡ്മിൻ്റൺ ജേതാവ് കിഡംബി ശ്രീകാന്താണ്. ഓക്കെ, 2017 ഡെൻമാർക്ക് ഓപ്പൺ സൂപ്പർ സീരീസ് ബാഡ്മിൻ്റൺ ജേതാവ് ആരാണ്? കിഡംബി ശ്രീകാന്താണ്. അതുപോലെ തന്നെ അടുത്തിടെ സ്വരലയ ദേവരാജൻ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരനാണ്. ഓക്കെ, ദെൻ റോബോട്ടിന് പൗരത്വം അനുവദിച്ച ലോകത്തിലെ ആദ്യ രാജ്യം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, സൗദി അറേബ്യ. ഓക്കെ, റോബോട്ടിന് പൗരത്വം അനുവദിച്ച ലോകത്തിലെ ആദ്യ രാജ്യം സൗദി അറേബ്യ. ദെൻ അടുത്തിടെ BCCIയുടെ അസോസിയേറ്റ് മെമ്പറായ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. അടുത്തിടെ BCCIയുടെ അസോസിയേറ്റ് മെമ്പറായ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. അപ്പോൾ പുതുച്ചേരിയെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2017 ടാറ്റ ലിറ്ററേച്ചർ രാജീവനാന്ത പുരസ്കാരത്തിന് അർഹനായത് ഗിരീഷ് കർണാഡ്. 2017 ടാറ്റ ലിറ്ററേച്ചർ രാജീവനാന്ത പുരസ്കാരത്തിന് അർഹനായത് ഗിരീഷ് കർണാഡാണ്.
നെക്സ്റ്റ് വൺ, അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ ജേതാക്കൾ. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ ജേതാക്കൾ MG സർവകലാശാല. നെക്സ്റ്റ് വൺ, അടുത്തിടെ ബ്രിസ്ബെയിനിൽ നടന്ന കോമൺവെൽത്ത് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിത. അടുത്തിടെ ബ്രിസ്ബെയിനിൽ നടന്ന കോമൺവെൽത്ത് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിത ഹീന സിദ്ധു. അടുത്തത്, സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലുകളിൽ രാവിലെ 7 മണിക്ക് ദേശീയഗാനം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് അങ്ങനെ ദേശീയഗാനം ആലപിക്കേണ്ടത്. അടുത്തത്, 2018 അയോധ്യ മഹോത്സവ് ആരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം. 2018 അയോധ്യ മഹോത്സവ് ആരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം ദക്ഷിണ കൊറിയയാണ്. നെക്സ്റ്റ് വൺ, 2018 ഏത് വർഷമായി ആചരിക്കാനാണ് ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയോട് ആവശ്യപ്പെട്ടുള്ളത്? ഈ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്, അത് ഓരോ ഇയറും ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ 2018 എന്താണ്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ, അടുത്തിടെ ജഡായു ശില്പ പുരസ്കാരത്തിന് അർഹനായത് നെടുമുടി വേണു. അടുത്തിടെ ജഡായു ശില്പ പുരസ്കാരത്തിന് അർഹനായത് നെടുമുടി വേണുവാണ്. 2018 ബ്രിക്സ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും മുന്നിലെത്തിയത് IIT ബോംബെ. 2018 ബ്രിക്സ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും മുന്നിലെത്തിയത് IIT ബോംബെ. അടുത്തത്, കേരളം വനം വകുപ്പിൻ്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വിഭാഗത്തിൻ്റെ മേധാവിയായ ആദ്യ വനിത R വള്ളിയമ്മ. നെക്സ്റ്റ് വൺ, വിയറ്റ്നാമിൽ നടന്ന ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം. വിയറ്റ്നാമിൽ നടന്ന ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം മേരി കോം. അടുത്തത്, 2017 100-ാം വാർഷികം ആഘോഷിച്ച വിപ്ലവം. 2017 100-ാം വാർഷികം ആഘോഷിച്ച വിപ്ലവം ഒക്ടോബർ വിപ്ലവം. നെക്സ്റ്റ് വൺ, 2017 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹയായത് കൃഷ്ണ സോപ്തി. 2017 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹയായത് കൃഷ്ണ സോപ്തി. ഇന്ത്യയിൽ ആദ്യമായി വോയിസ് ബേസ്ഡ് ഇൻ്റർനാഷണൽ റെമിറ്റൻസ് സർവീസ് ആരംഭിച്ച ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി വോയിസ് ബേസ്ഡ് ഇൻ്റർനാഷണൽ റെമിറ്റൻസ് സർവീസ് ആരംഭിച്ച ബാങ്ക് ICICI. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വന്നത് ലഡാക്കിലാണ്, ജമ്മു കാശ്മീരിലെ ലഡാക്കിലാണ്. ഇനി ഞാൻ കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് അവാർഡ് 2016 പറ്റിയിട്ട് പറയാം. അതിൽ ഫെലോഷിപ്പ് കിട്ടിയത് സദനം ബാലകൃഷ്ണനാണ്. കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് കിട്ടിയത് സദനം ബാലകൃഷ്ണനാണ്. MKK നായർ പുരസ്കാരം കിട്ടിയത് മഞ്ജു വാര്യർക്കാണ്. കലാരത്നം സുനന്ദ നായർ. മരണാനന്ദ ബഹുമതി കിട്ടിയത് മാർഗി സതി, കൂടിയാട്ടത്തിനാണ് കിട്ടിയത്. അടുത്തത്, കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനം രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിൽ നിന്നുമാണ്? രാജസ്ഥാനിൽ നിന്നാണ് കണ്ണന്താനം രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത്, ഇന്ത്യയിലെ രണ്ടാമത്തെ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ സപ്പോർട്ട് സെൻറ്റർ നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ സപ്പോർട്ട് സെൻറ്റർ നിലവിൽ വരുന്നത് അണ്ണാ യൂണിവേഴ്സിറ്റിയിലാണ്, ചെന്നൈയിലുള്ള അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ. നെക്സ്റ്റ് വൺ, അടുത്തിടെ പൈതൃകം ഗുരുവായൂർ ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത്. അടുത്തിടെ പൈതൃകം ഗുരുവായൂർ ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ശ്രീധരനാണ്. ശ്രീധരൻ. 20ാമത് അന്താരാഷ്ട്ര ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ 2017 വേദി. 20ാമത് അന്താരാഷ്ട്ര ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ 2017 വേദി തെലങ്കാന. നെക്സ്റ്റ് വൺ, 2018 ജെനിസിസ് പ്രൈസിന് അർഹയായത് നതാലി പോർട്ട്മാൻ ആണ്. നതാലി പോർട്ട്മാൻ. നെക്സ്റ്റ് വൺ, 2017 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. 2017 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് K സച്ചിദാനന്ദനാണ്. 2017 ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മികച്ച ഇൻ്റർനാഷണൽ പബ്ലിഷർ അവാർഡ് നേടിയത്. 2017 ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മികച്ച ഇൻ്റർനാഷണൽ പബ്ലിഷർ അവാർഡ് നേടിയത് മാതൃഭൂമിയാണ്. മാതൃഭൂമി. അടുത്തത്, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 2016 സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 2016 സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് M മുകുന്ദൻ. അടുത്തത്, ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ചികിത്സാ സഹായ ഇൻഷുറൻസ് പദ്ധതി. ആവാസ് എന്നാണ് ചികിത്സാ സഹായ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്.
ഇന്ത്യ യു എസ് ഓഷ്യൻ ഡയലോഗിന് വേദിയാകുന്ന സംസ്ഥാനം. ഇന്ത്യ യു എസ് ഓഷ്യൻ ഡയലോഗിന് വേദിയാകുന്ന സംസ്ഥാനം ഗോവയാണ്. നെക്സ്റ്റ് വൺ, 2017 ഫോബ്സിൻ്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകളിൽ ഒന്നാമതെത്തിയത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ കോച്ചാറാണ് ഒന്നാമതെത്തിയത്. അടുത്തിടെ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ അംഗമാകുന്നതിനായി കേന്ദ്ര സർക്കാർ പുതുക്കിയ പ്രായപരിധി 65 വയസ്സാണ്. ഓക്കെ. ദെൻ 2017 ഗുവാഹട്ടിയിൽ നടക്കുന്ന വനിതാ യൂത്ത് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ അംബാസഡർ മേരി കോമാണ്. 2017 നവംബറിൽ ആരംഭിക്കുന്ന പ്രഥമ സിയോൾ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഫെസ്റ്റിവലിൻ്റെ വേദി ഗുരുഗ്രാമിലാണ് സിയോൺ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത്. ആദ്യമായി വ്യക്തികൾക്ക് സൈബർ ക്രൈം ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് കമ്പനി ബജാജ് അലയൻസ് ആണ്. 2017 ഡിസംബറിന് ശേഷം പുറത്തിറങ്ങുന്ന 4 വീലർ വാഹനങ്ങളിൽ നിർബന്ധമായും ഘടിപ്പിക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിർദ്ദേശിച്ച ഉപകരണം ഫാസ്ടാഗ് ആണ്. 4 വീലർ വാഹനങ്ങളിൽ നിർബന്ധമായും ഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഉപകരണം. ഓക്കെ. ദെൻ അടുത്തതാണ് 2017 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ. 2017 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ ഇന്ത്യയാണ്. അടുത്തിടെ പേടിഎം ആരംഭിച്ച മെസ്സേജിംഗ് സർവീസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻബോക്സ് ആണ് പേടിഎം ആരംഭിച്ചിട്ടുള്ള മെസ്സേജിംഗ് സർവീസ്. അടുത്തത് 30ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി തലശ്ശേരിയാണ്. ഈജിപ്തിൽ നടക്കുന്ന വേൾഡ് യൂത്ത് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന രാജ്യവർദ്ധൻ സിംഗ് റത്തോറാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര യുവജന കായിക മന്ത്രിയാണ്. ഓക്കെ. 2017 മിസ് എർത്ത് കരീൻ ഇബാസ്കോ, ഫിലിപ്പീൻസിലെ കരീൻ ഇബാസ്കോ ആണ് 2017 മിസ് എർത്ത്. 2017 നെക്സ്റ്റ് വൺ, ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് രേഖാ ശർമ്മയാണ്. ഓക്കെ. അപ്പോൾ കേരള സ്റ്റേറ്റ് വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ചോദിച്ചാൽ അത് ജോസഫൈൻ ആണ്. ഓക്കെ. അപ്പോൾ അത് മറക്കരുത്, ഓർക്കുക. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആണെങ്കിൽ രേഖാ ശർമ്മയും കേരള സ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ ജോസഫൈനുമാണ്. നെക്സ്റ്റ് വൺ, നോബൽ പ്രൈസ് സീരീസ് ഇന്ത്യ 2018 വേദി ഗോവയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബെസ്റ്റ് സിറ്റി ബസ് സർവീസസ് അവാർഡ് നേടിയ നഗരം സൂററ്റാണ്. ബെസ്റ്റ് സിറ്റി ബസ് സർവീസ് അവാർഡ് സൂററ്റ്. 2018 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്ലാനറ്റോറിയം നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈന ടിബറ്റിലാണ്. ദെൻ അടുത്തിടെ കേസരി നായനാർ പുരസ്കാരത്തിന് അർഹനായത് കെ സച്ചിദാനന്ദനാണ്. ഓക്കെ, കെ സച്ചിദാനന്ദൻ. ദെൻ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന 3ാമത് ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സര ജേതാക്കൾ ഇന്ത്യയാണ്. അടുത്തിടെ DRDO വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ലോങ് റേഞ്ച് സബ് സോണിക് ക്രൂയിസ് മിസൈൽ നിർഭയ്. DRDO വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ലോങ് റേഞ്ച് സബ് സോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് നിർഭയാണ്. നെക്സ്റ്റ് വൺ, തിളച്ച മണ്ണിൽ കാൽനടയായി എന്ന ആത്മകഥയുടെ രചയിതാവ് പുതുശ്ശേരി രാമചന്ദ്രൻ. അടുത്തിടെ കേരള വിനോദസഞ്ചാര വകുപ്പ് വിദേശികൾക്ക് വേണ്ടി ആരംഭിച്ച 15 ദിവസത്തെ ബോധവൽക്കരണ കോഴ്സ് ആയുർബോധ. ഏതാണ്? ആയുർബോധ. 2017 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിൻ്റെ വേദി ബോൺ. ജർമ്മനിയിലെ ബോൺ ആണ് UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിൻ്റെ വേദി. 2017 ആസിയാൻ സമ്മേളനത്തിൻ്റെ വേദി മനിലയാണ്. 2017 വേദി മനില. 2017 ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് സെബാസ്റ്റ്യൻ വെറ്റൽ. അടുത്തിടെ ഫ്രഞ്ച് സർക്കാരിൻ്റെ കൊമമറേറ്റീവ് ഗോൾഡ് മെഡൽ ഫോർ പീസിന് അർഹയായത് മാതാ അമൃതാനന്ദമയി. ലോകാരോഗ്യ സംഘടന ലോക ന്യൂമോണിയ ദിനമായി ആചരിക്കുന്നത് നവംബർ 12 ആണ്. അടുത്തിടെ ജുഡീഷ്യൽ മ്യൂസിയം ആരംഭിച്ച സ്ഥലം കട്ടക്കാണ്. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനാകുന്ന എ പത്മകുമാർ. അടുത്തിടെ യോഗ ഒരു കായിക ഇനമായി അംഗീകരിച്ച ഗൾഫ് രാജ്യം. അടുത്തിടെ
യോഗ ഒരു കായിക ഇനമായി അംഗീകരിച്ച ഗൾഫ് രാജ്യം സൗദി അറേബ്യ. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ സംവിധാനം. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ സംവിധാനം നാഷണൽ പവർ പോർട്ടൽ. എന്താണ് നാഷണൽ പവർ പോർട്ടൽ? അടുത്തത്, ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് കാർഗോ ഷിപ്പ് വികസിപ്പിച്ച രാജ്യം. ചൈനയാണ് ആദ്യമായി ഇലക്ട്രിക് കാർഗോ ഷിപ്പ് വികസിപ്പിച്ചെടുത്ത രാജ്യം. അടുത്തിടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വൈഫൈ സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകയാണ്. കർണാടക. 2017 IFFI പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ അവാർഡിന് അർഹനാകുന്ന അമിതാഭ് ബച്ചനാണ്. 10ാമത് സൗത്ത് ഏഷ്യ എക്കണോമിക് സമ്മിറ്റിൻ്റെ വേദി. 10ാമത് സൗത്ത് ഏഷ്യ എക്കണോമിക് സമ്മിറ്റിൻ്റെ വേദി കാഠ്മണ്ഡു, നേപ്പാളിലെ കാഠ്മണ്ഡു. 2023 റഗ്ബി ലോകകപ്പിൻ്റെ വേദി ഫ്രാൻസ് ആണ്. റഗ്ബി ലോകകപ്പിൻ്റെ വേദി ഫ്രാൻസ്. ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റിൻ്റെ അഡ്വൈസറി ബോർഡിലേക്ക് നിയമിതനായത് ഊർജിത് പട്ടേലാണ്. ഊർജിത് പട്ടേൽ. 2017 ഫോർബ്സ് ലിസ്റ്റ് ഓഫ് ഏഷ്യാസ് റിച്ചസ്റ്റ് ഫാമിലീസിൽ ഒന്നാമതെത്തിയത് അംബാനി കുടുംബം. മിസ് ഇൻ്റർനാഷണൽ 2017 കെവിൻ ലില്ലിയാന. ഇന്തോനേഷ്യയിലെ കെവിൻ ലില്ലിയാനയാണ് മിസ് ഇൻ്റർനാഷണൽ 2017. വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടി പോയിൻ്റ് ഓഫ് സെയിൽ ആരംഭിച്ച ആദ്യ വടക്കുകിഴക്കൻ സംസ്ഥാനം. പോയിൻ്റ് ഓഫ് സെയിൽ ആരംഭിച്ചത് നാഗാലാൻഡിലാണ്. അടുത്തിടെ ഇൻഫോസിസ് പുരസ്കാരത്തിന് അർഹയായ മലയാളി യുവശാസ്ത്രജ്ഞ ഡോക്ടർ യമുന കൃഷ്ണനാണ് ഇൻഫോസിസ് പുരസ്കാരത്തിന് അർഹയായത്. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചതിൻ്റെ 125ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സർക്കാർ നടത്തുന്ന ആഘോഷ പരിപാടി വിവേകാനന്ദ സ്പർശം. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചതിൻ്റെ 125ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സർക്കാർ നടത്തുന്ന ആഘോഷ പരിപാടി ഏതാണ്? വിവേകാനന്ദ സ്പർശം. 2018 എല്ലാ ജയിലുകളിലും വീഡിയോ കോൺഫറൻസ് സംവിധാനം നടപ്പാക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. ബീഹാർ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാൻ സേതുരത്നം രവി. നഗര ഗ്രാമപ്രദേശങ്ങളിൽ ഗാർഹിക വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ച വെബ് പോർട്ടൽ സൗഭാഗ്യ. 2017 ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത മാനുഷി ചില്ലറാണ്. ഹരിയാനയിലെ മാനുഷി ചില്ലറാണ് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തതാണ് ഇന്ത്യൻ നേവിയുടെ ആയുധ പരിശോധനാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത. ശക്തിമായ എസ് ആണ് ഇന്ത്യൻ നേവിയുടെ ആയുധ പരിശോധനാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ പൈലറ്റ് ശുഭാംഗി സ്വരൂപ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ പൈലറ്റ് ശുഭാംഗി സ്വരൂപ്. സിംബാബ്വേയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്ന എമേഴ്സൺ ആണ്. അതുപോലെ തന്നെ സിംബാബ്വെ പ്രസിഡന്റ് അടുത്തിടെ രാജിവെച്ച സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാംബെ. നെക്സ്റ്റ് വൺ, അടുത്തിടെ ബിഗ് ലിറ്റിൽ ബുക്ക് അവാർഡിന് അർഹയായത് നബനീത ദേവ്സെൻ ആണ്. ബിഗ് ലിറ്റിൽ ബുക്ക് അവാർഡിന് അർഹയായത്. 2017-2018 ആഷസ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. അടുത്തിടെ യുനെസെഫ് സെലിബ്രിറ്റി അഡ്വക്കേറ്റ് സ്റ്റാറ്റസിന് അർഹയായ സിനിമാ താരം തൃഷ കൃഷ്ണൻ. കേരള സ്കൂൾ ശാസ്ത്രോത്സവം 2017-2018 വേദി കോഴിക്കോട്. കേരള സ്കൂൾ ശാസ്ത്രോത്സവം 2017-18 വേദി കോഴിക്കോടാണ്. അടുത്തിടെ ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി SBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ യോനോ ആണ്. യു ഓൺലി നീഡ് വൺ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പൊളിറ്റീഷ്യൻ സാം ആണ്. SAM. ഓക്കെ. ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഗോപി തോന്നയ്ക്കലാണ്. വയനാട്ടിലുള്ള ഗോപി തോന്നയ്ക്കലാണ് ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 2017 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ജേതാക്കളായത് പാലക്കാടാണ്. ഓക്കെ, പാലക്കാട്. മിസ് യൂണിവേഴ്സ് 2017 ഡെമി ലെയ്നൽ പീറ്റേഴ്സ് ദക്ഷിണാഫ്രിക്കയിലുള്ള അതാണ് മിസ് യൂണിവേഴ്സ് 2017 ആയത്. ഹൈദരാബാദിൽ ആരംഭിച്ച ഗ്ലോബൽ എൻ്റർപ്രന്യൂർഷിപ്പ് സബ്മിറ്റ് 2017 നരേന്ദ്രമോദിയും ഇവാങ്ക ട്രംപും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ഹ്യൂമനോയിഡ് റോബോട്ട്, അതിൻ്റെ പേരാണ് മിത്ര. ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാത്സവ. ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് സ്നേഹലത ശ്രീവാത്സവയാണ്.